ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാളെ സെപ്റ്റംബർ 14 ജന്മാഷ്ടമിയാണ്. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് ഒന്ന് പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ പറയാം. സ്വയംഭുവ മന്വന്തരത്തിൽ സുതപസ് എന്ന പ്രജാപതിയായിരുന്നു വസുദേവർ. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്നു പൃഷ്ണി. അനേക ദേവവർഷങ്ങൾ അവർ കഠിന തപസ് അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭഗവാനിൽ പരിപൂർണമായി മനസ്സർപ്പിച്ചു ജീവിച്ചു പോരുന്നു. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പുത്രനായി ഭഗവാനെ ലഭിക്കണമെന്നാണ്. അങ്ങനെ ഭഗവാന്റെ ആഗ്രഹം 3 ജന്മങ്ങളിൽ അവരുടെ പുത്രനായി ജനിക്കാമെന്നായിരുന്നു. അന്ന് പൃഷ്ണി ഗർഭിണിയായി. ആ കുട്ടിയുടെ പേര് പൃഷ്ണിഗർഭൻ എന്നായിരുന്നു. പിന്നത്തെ യുഗത്തിൽ അവർ അദിതിയും കശ്യപനുമായി ജന്മമെടുത്തു. ഉപേന്ദ്രൻ എന്ന പേരിൽ ഭഗവാൻ പുത്രനായി. അന്ന് ഭഗവാൻ വാമന രൂപം കൈക്കൊണ്ടു. 3ാമതാണ് ദേവകി വസുദേവർക്ക് കൃഷ്ണനായി പിറന്നത്. യദുവംശത്തിൻ്റെ അധിപനായ ശൂരസേന രാജാവിൻ്റെ പുത്രനായ വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു. ദേവകിയുടെ പിതാവായ ദേവകൻ പുത്രിയോടുള്ള വാത്സല്യ നിമിത്തം വമ്പിച്ച സ്ത്രീധനം കൊടുത്തിരുന്നു. സ്വർണങ്ങൾ കൊണ്ട് നിർമ്മിതമായ 100 കണക്കിന് രഥങ്ങൾ നൽകി. ഉഗ്രസേനൻ്റെ പുത്രനായ കംസനാണ് സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കാൻ തേര് തെളിച്ചിരുന്നത്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് വിവാഹാനന്തരം സഹോദരിയെയും ഭർത്താവിനെയും അവരുടെ ഗൃഹത്തിൽ എത്തിക്കേണ്ടത് സഹോദരനാണ്. വധൂവരന്മാരുടെ ഘോഷയാത്രാവേളയിൽ മംഗളമുഹൂർത്തത്തിൻ്റെ സൂചനയായി അനേകം വാദ്യമേളങ്ങൾ, ശംഖനാദം, മദ്ദളധ്വനി എന്നിങ്ങനെ നല്ലൊരു സംഗീതമേളം തന്നെ ആയിരുന്നു. കംസനാണ് സാരഥി. വളരെ ആകർഷകമായി ഘോഷയാത്ര മുന്നോട്ട് നീങ്ങവേ പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു അശരീരി കേട്ടു. കംസ, നീയൊരു പമ്പര വിഡ്ഢിയാണ്. നീ സ്വന്തം സഹോദരിയുടെയും ഭർത്താവിൻ്റെയും തേര് തെളിക്കുന്നു. എന്നാൽ നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നുള്ള കാര്യം നീ അറിയുന്നില്ല. പ്രവചനം കേട്ടയുടൻ കംസൻ ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വധിക്കാനായി വാളുയർത്തി. വസുദേവർ അമ്പരന്നു. വസുദേവർ പല വിധേനയും കംസനെ ഉപദേശിച്ചെങ്കിലും അതൊന്നും വകവെച്ചില്ല. അവസാനം വസുദേവർ കംസനോട് പറഞ്ഞു, ആകാശത്തു നിന്നും അശരീരി കേട്ടതുകൊണ്ടാണല്ലോ അങ്ങ് ആപത്തിനെ പ്രതീക്ഷിക്കുന്നത്. സഹോദരിയിൽ നിന്നും അങ്ങേക്ക് അപകടമൊന്നും ഉണ്ടാകുകയില്ല. എന്നെങ്കിലും അവർക്ക് പുത്രന്മാരുണ്ടായാൽ അവരെയെല്ലാം ഉടൻ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തു. വസുദേവരുടെ വാക്കിൻ്റെ വില അറിയാമായിരുന്ന കംസൻ ആ ക്രൂരകൃത്യത്തിൽ നിന്നും പിന്മാറി. അവർ സന്തോഷമായി സ്വഗൃഹത്തിലേക്ക് പോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദേവകിക്കും വസുദേവർക്കും ഒരു പുത്രൻ പിറന്നു. വസുദേവർ തൻ്റെ വാക്ക് പാലിക്കാനായി ആ സന്താനത്തെ കംസൻ്റെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കംസനെ ഏൽപ്പിച്ചപ്പോൾ കംസൻ പറഞ്ഞു, പ്രിയപ്പെട്ട വസുദേവ, ഈ കുട്ടിയെ എനിക്ക് തരണ്ട. നിങ്ങൾക്ക് ജനിക്കുന്ന 8ാമത്തെ കുട്ടിയല്ലേ എന്നെ വധിക്കുന്നതെന്ന് അശരീരി കേട്ടത്. അതുകൊണ്ട് ഇവനെ തിരിച്ചു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വസുദേവർ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോയിരുന്നു. ആ സമയത്തായിരുന്നു നാരദൻ കംസന്റെ കൊട്ടാരത്തിലെത്തിയത്. സന്താനത്തെ തിരികെ കൊടുത്ത കാര്യം നാരദ മഹർഷി അറിഞ്ഞിരുന്നു. മഹർഷിയിൽ നിന്നും കംസന് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നു. പൂർവ്വജന്മത്തിൽ താൻ കാലനേമി എന്ന അസുരനായിരുന്നുവെന്നും മഹാവിഷ്ണുവാണ് തന്നെ നിഗ്രഹിച്ചതെന്നും അയാൾ മനസ്സിലാക്കി. മഹാവിഷ്ണു തന്നെ ഉടൻ അവതാരം എടുക്കാൻ പോകുന്നു എന്ന് നാരദരിൽ നിന്നും അറിഞ്ഞ കംസൻ ആകെ ഭയന്നു. ഉടൻ തന്നെ അയാൾ ദേവകിയെയും വസുദേവരെയും ബന്ധനസ്ഥരാക്കി കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. ദേവകിക്കും വസുദേവർക്കും വർഷം തോറും ഓരോ ആൺകുട്ടി വീതം ജനിച്ചു. അങ്ങനെ 6 സന്താനങ്ങളെയും കംസൻ നിഗ്രഹിച്ചു.
ഏഴാമത് ഗർഭം ധരിച്ചത് കൃഷ്ണൻ്റെ പൂർണ്ണ അംശമായ അനന്തനാണ്. ഭഗവാൻ തന്നെ തൻ്റെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ദേവകിക്ക് അത്യന്തം ആഹ്ലാദമുണ്ടായി. പക്ഷേ ആ ശിശു പുറത്തു വന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ കംസൻ അതിനെയും നിഗ്രഹിക്കുമല്ലോ എന്നോർത്ത് അത്യന്തം ദുഃഖിതയായി. മഹാവിഷ്ണുവിൻ്റെ ഭക്തയായ ദേവകിയുടെ വിഷമത്തിൽ മനസ്സലിഞ്ഞ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും കുഞ്ഞിനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ യോഗമായയുടെ സഹായത്തോടെ ശക്തമായി ആ കുഞ്ഞിനെ രോഹിണിയുടെ ഗർഭത്തിൽ ആക്കി. ശക്തമായി ആകർഷിക്കപ്പെട്ടതിനാൽ സംഘർഷണനെന്നും പരമാനന്ദം അരുളുന്നതും ആത്മീയമായി സർവശക്തിയുടെയും ബലമുള്ളതിനാൽ ബലരാമനെന്നും ആ കുഞ്ഞിനെ അറിയപ്പെട്ടു. ദേവകിയുടെ ഗർഭം അലസിപ്പോയതായിട്ടാണ് ലോകരെല്ലാം അറിഞ്ഞത്. ശേഷം നമ്മുടെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ കൃഷ്ണൻ സർവസൃഷ്ടികളുടെയും അധിപനായി വസുദേവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയം വസുദേവർക്ക് സൂര്യ തേജസ്സായിരുന്നു. ശേഷം ആ ചൈതന്യം ദേവകിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ദേവകിക്ക് അതീന്ദ്രിയ സൗന്ദര്യം ആയിരുന്നു. അതുകണ്ട് കംസന് മനസ്സിലായി ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ അവതരിക്കുന്നു എന്ന്. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് എല്ലാ നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും ശുഭകരമായ നല്ല സ്ഥാനങ്ങളിലായിരുന്നു. പ്രപഞ്ചം മുഴുവൻ ശാന്തിയുടെയും സമൃദ്ധിയുടെയും അന്തരീക്ഷമായിരുന്നു. നദികൾ നിറഞ്ഞൊഴുകി, കുളങ്ങളും തടാകങ്ങളും വിരിഞ്ഞ താമരപ്പൂക്കൾ കൊണ്ട് അലങ്കൃതമായി. പക്ഷികൾ മധുരസ്വരത്തിൽ പാടി, മയിലുകൾ നൃത്തം ചെയ്തു. പലതരം പുഷ്പങ്ങളുടെയും സുഗന്ധം വഹിച്ചുകൊണ്ട് മന്ദമാരുതൻ വീശി. ഗന്ധർവ കിന്നരന്മാർ ഗാനം തുടങ്ങി. സിദ്ധചാരണന്മാർ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന മംഗളമുഹൂർത്തത്തിൽ അർദ്ധരാത്രിയോടെ ഭഗവാൻ അവതരിച്ചു. ശംഖ ചക്ര ഗദാധാരിയായി, ശ്രീവത്സാങ്കിതനായി, മാറിൽ കൗസ്തുഭമണിഞ്ഞ്, മഞ്ഞപ്പട്ടുടുത്ത്, വൈഢൂര്യം പതിച്ച കിരീടം ധരിച്ച്, സർവാലങ്കാര വിഭൂഷിതനായി, വെട്ടിത്തിളങ്ങുന്ന നീലമേഘശ്യാമവർണ്ണനായി, ഇടതൂർന്ന കാർകൂന്തലുമായി, ചതുർബാഹുവായി ഭഗവാൻ ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ